ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മിക്കവാറും ഇപ്പൊ പ്രത്യേകിച്ച് ഒരു 60 വയസ്സുള്ള ഒരു മെയിലാണെങ്കിൽ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്ന പേഷ്യൻസ് എല്ലാവർക്കും തന്നെ ഫാറ്റി ലിവർ ഉണ്ടാവും, കിഡ്നി ഫംഗ്ഷനിൽ കുറവ് വന്നിട്ടുണ്ടാവും. ചിലർ ഈ ഒരു ആൻജിയോഗ്രാം ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ അപ്പോഴേക്കും ചിലപ്പോൾ ഒരു ഡ്രാസ്റ്റിക് കിഡ്നി ഫെയിലിയർ കിഡ്നി കുറവ് വന്നിട്ടുണ്ടാവും. പിന്നെ അതിനൊപ്പം കിഡ്നിയുടെ പാർട്ടായിട്ട് ഇപ്പോൾ പ്രോസ്റ്റേറ്റിനും പ്രശ്നം ഉണ്ടാവും. അപ്പോൾ മൂത്ര തടസ്സങ്ങളും ഫ്രീക്വൻസി എപ്പോഴെപ്പോഴും മൂത്രം പോകണമെന്നുള്ളതും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. ഇതൊക്കെ കോമൺ ആയിട്ട് കാണുന്ന, അതായത് ഹാർട്ടിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, മിക്കവാറും കിഡ്നിയും ലിവറിനെയും ഒക്കെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആണുങ്ങളാണെങ്കിൽ പ്രോസ്റ്റേറ്റിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം ഞാൻ അതിനൊരു എക്സാമ്പിൾ തന്നെ പറയാം. ഇദ്ദേഹം 70 വയസ്സുള്ള ഒരു മെയിലാണ്. അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് 160 സെൻറ്റിമീറ്റർ, വെയിറ്റ് 62 kg. ഒത്തിരി ഓവർ വെയിറ്റ് എന്നൊന്നും പറയാനില്ല. ഇദ്ദേഹത്തിന് ഹാർട്ടിൽ നേരത്തെ ഒരു ബ്ലോക്ക് ഉണ്ടായി, അതിനൊരു സ്റ്റെൻ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടൊക്കെ വന്ന് ചെന്ന് നോക്കുമ്പം ഒരു ആൻജിയോഗ്രാം ചെയ്ത് നോക്കിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ബൈപ്പാസ് വേണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ആൻജിയോഗ്രാം ചെയ്തപ്പോഴേക്കും എന്ത് പറ്റി? കിഡ്നി ഫംഗ്ഷൻ താഴെ പോയി. അപ്പം അത് കഴിഞ്ഞപ്പം ആൻജിയോഗ്രാം ബൈപ്പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഡയാലിസിസ് ചെയ്ത് ക്രിയാറ്റിനൊക്കെ കുറച്ചിട്ട് ആൻജിയോഗ്രാം ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പം ആ സാഹചര്യത്തിലാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം ശരിക്കും 30 years ആയിട്ട് ഡയബറ്റീസിന് ഇൻസുലിനൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. അദ്ദേഹം പറയുക പല പ്രാവശ്യവും ഇങ്ങനെ വയറിലൊക്കെ കുത്തി പല പ്രാവശ്യം ആബ്സസ് വന്ന് ഇങ്ങനെ പൊട്ടി പസ് ഒഴുകുന്ന പോലെ പോലും വന്നിട്ടുണ്ട്. അപ്പം അത്രയധികം ഇൻസുലിൻ ഇഞ്ചക്ഷനും ഒക്കെ എടുത്തിട്ടുണ്ട്. ശരിക്കും വളരെ ഡയബറ്റീസും ഇതെല്ലാമായിട്ട് ഒത്തിരി സഫർ ചെയ്തിട്ടുണ്ട്. ഇപ്പം നൗ കിഡ്നി ഇതിലുണ്ട്, മൾട്ടിപ്പിൾ പ്രോബ്ലംസ്, കിഡ്നി, ലിവർ, പ്രോസ്റ്റേറ്റ്, ഇതെല്ലാം പ്രശ്നങ്ങളും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇനി ഡയാലിസിസും ചെയ്ത് ബൈപ്പാസ് വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി ഡയാലിസിസിലേക്ക് വരാൻ തന്നെ കാരണം പോകേണ്ട വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി റീനൽ ഫംഗ്ഷൻ കുറവായിരുന്നു. അത് 1.7 ആ റേഞ്ചിൽ നിന്നിരുന്ന, അതിൻ്റെ കൂടെ ഈ 1.7 ക്രിയാറ്റിനിൻ ഉണ്ടായിരുന്ന വ്യക്തിക്ക് ഈ ആൻജിയോഗ്രാം ചെയ്തപ്പോഴേക്കും അത് 3.2 കൂടി. അപ്പോഴാണ് അപ്പം സ്റ്റെൻറ്റ് ഇടാൻ, അതുകൊണ്ട് തന്നെ സ്റ്റെൻറ്റ് ഇടാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ ആ സമയം അതിൻ്റെ കൂടെ സ്റ്റെൻറ്റ് ഇട്ടന്നെ. സ്റ്റെൻറ്റ് ഇടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ബൈപ്പാസ് വേണം. അപ്പോൾ ഓൾറെഡി റീനൽ ഫെയിലിയറിലുള്ള പേഷ്യൻറ്റിന് നമ്മൾ ബൈപ്പാസും കൂടെ അത്രയും മേജർ ഒരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ വേണം. വീണ്ടും മരുന്നുകൾ കഴിക്കുമ്പോഴേക്കും ഈ ഉള്ള കിഡ്നി ഫംഗ്ഷനും കൂടെ വീണ്ടും കുറയാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മരുന്നുകളെല്ലാം തുടരണം. കുറച്ചും കൂടെ കൂടുതൽ സ്ട്രോങ്ങർ ആയിട്ടുള്ള ബ്ലഡ് തിന്നേഴ്സ് എടുക്കേണ്ടി വരും. അദ്ദേഹം ഓൾറെഡി 14 തരം, അത് ഡയബറ്റീസിന് തന്നെ ഒരു 4-5 തരം മരുന്നുകളാണ്, ഗുളികകളാണ്. 4 ഗുളിക, അതിൽ പലതും 2ഉം 3ഉം കോമ്പിനേഷനുകളുള്ളതാണ്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.